ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. 2024 NCRB ഡാറ്റ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഡാറ്റ പ്രകാരം SC/ST വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആ റിപ്പോർട്ടിൽ ഉള്ളത്. SC/ST വിഭാഗങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ നേരിയ കുറവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ നിയമം എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. പല കേസുകൾക്കും ഇപ്പോഴും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പല കേസുകളിലും ആർക്കും തന്നെ ഇതുവരെയും ശിക്ഷയൊന്നും കിട്ടിയിട്ടില്ല എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഈ NCRB ഡാറ്റ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. ഈ ഡാറ്റ എന്താണ് നമുക്ക് വ്യക്തമായിട്ട് പരിശോധിച്ച് നോക്കാം. 2024 പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ നേരെ നടന്ന ആക്രമണങ്ങളുടെ എണ്ണം 55,698 ആണ്. അതായത് ഓരോ ലക്ഷം ജനസംഖ്യയിലും 27.9% അതിക്രമണങ്ങൾ നടക്കുന്നുണ്ട്. കൊലപാതകം, ക്രൂരമായ മർദ്ദനം, ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയവയാണ് ഇതിൽ ഭൂരിഭാഗവും. ഇനി പട്ടികവർഗ വിഭാഗത്തിൻ്റെ കാര്യം നോക്കിയാൽ 9,062 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 1 ലക്ഷം പേരിൽ 9.5% എന്ന നിരക്കിലാണ്. എന്നാൽ ഇതിൽ കുറ്റവാളികളെല്ലാം ശിക്ഷിക്കപ്പെടുന്നുണ്ടോ? അവിടെയാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത്. പട്ടികജാതിക്കാർക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് UP ആണ്. അത് കഴിഞ്ഞിട്ട് ഗുജറാത്ത്, ബീഹാർ, മധ്യപ്രദേശ് എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങളും അവിടെയുണ്ട്. കേരളത്തിൽ 145 കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എങ്കിലും ജനസംഖ്യാ കണക്കനുസരിച്ച് നോക്കുമ്പോൾ നമ്മളും മുമ്പിൽ തന്നെ വരുന്നുണ്ട്. മാത്രവുമല്ല, ഇവിടെയും കേസുകളെല്ലാം തന്നെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. ആർക്കും തന്നെ നീതി ലഭിച്ചിട്ടില്ല എന്നതും വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ്. ഉത്തർപ്രദേശിൽ 14,642, മധ്യപ്രദേശിൽ 7,765, ബീഹാറിൽ 7,549, രാജസ്ഥാനിൽ 7,808 എന്നിങ്ങനെയാണ് കണക്കുകൾ. എന്നാൽ ജനസംഖ്യ അനുപാതികമായി ക്രൈം റേറ്റ് നോക്കിയാൽ മധ്യപ്രദേശാണ് ഒന്നാമത്. 68.5% അവിടെ നിരക്ക്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശിക്ഷാവിധികളാണ്. മധ്യപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ ശിക്ഷാ നിരക്ക് 50% താഴെയാണ്. അതേസമയം ഉത്തർപ്രദേശിൽ ഇത് 73.3%. ഇനി പട്ടികവർഗ്ഗക്കാരുടെ കാര്യം നോക്കാം. മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ, 3,165. രാജസ്ഥാനും മഹാരാഷ്ട്രയുമാണ് തൊട്ടുപിന്നിൽ. ഇനി നഗരങ്ങളിൽ ജാതിയില്ല, അവിടെ അവരെല്ലാം സുരക്ഷിതരാണ് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അതും നിങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു. മെട്രോ നഗരങ്ങളിൽ ലക്നൌവിലാണ് ഏറ്റവും കൂടുതൽ പട്ടികജാതി വിഭാഗക്കാർ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. 490 അവിടുത്തെ കേസ്. പക്ഷേ ഇവിടെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യമെന്നാൽ കൺവിക്ഷൻ റേറ്റ് വെറും 16.7% മാത്രമാണ്. ജയ്പൂരിൽ 396 കേസുകൾ, ബാംഗ്ലൂർ 280 കേസുകൾ എന്നിവയാണ് അടുത്ത സ്ഥാനങ്ങളിൽ. രാജസ്ഥാൻ തലസ്ഥാനമായ ജയ്പൂരിലെ കണക്ക് അത്യന്തം ഞെട്ടിക്കുന്നതാണ്. അവിടെ ശിക്ഷാ നിരക്ക് 0%. അതായത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ ആരും ശിക്ഷിക്കപ്പെടുന്നില്ല. 2023 അപേക്ഷിച്ച് കുറ്റകൃത്യങ്ങളിൽ കുറവായിട്ടുണ്ട് എന്നതൊരു വസ്തുത തന്നെയാണ്. SC-കാർക്കെതിരെയുള്ളത് 3.1% കുറഞ്ഞപ്പോൾ ST വിഭാഗത്തിനെതിരെയുള്ളത് 23% കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ കണക്കുകൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ പാടുള്ളതല്ല. കാരണം വർഷം തോറും 10,000-കണക്കിന് ആളുകൾ ഇപ്പോഴും ജാതി അധിക്ഷേപങ്ങൾക്കും അതിക്രമങ്ങൾക്കും ഇരയാകുന്നുണ്ട്. നിയമങ്ങൾ ശക്തമാണെങ്കിലും അവ നടപ്പാക്കുന്നതിലും കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിലും വലിയ വീഴ്ചകൾ സംഭവിക്കുന്നു. ഈ NCRB ഡാറ്റ എന്നത് വെറുമൊരു റിപ്പോർട്ടല്ല, നമ്മുടെ സാമൂഹിക നീതിക്ക് നേരെയുള്ളൊരു ചോദ്യചിഹ്നമാണ്. ചാർജ് ഷീറ്റുകൾ എഴുതപ്പെടുന്നുണ്ട്, കോടതികളിൽ കേസ് എത്തുന്നുണ്ട്, പക്ഷേ ഒന്നും തെളിയിക്കപ്പെടുന്നില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം പോകാൻ ഇതിൽ കൂടുതൽ ഒന്നും തന്നെ വേണ്ട. ഒരു ജാതിരഹിത ഇന്ത്യ എന്ന സ്വപ്നമാണ് നമ്മുടെ മുമ്പിലുള്ളതെങ്കിൽ ശക്തമായ നിയമങ്ങൾ വേണം, ശക്തമായ ശിക്ഷാ നടപടികൾ വേണം. എങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ.